ഞാൻ കണ്ടിട്ടുള്ളതിലേക്ക് നമ്മുടെ മലയാളത്തിൽ നമ്മുടെ കൂടെ ഇല്ല രതീഷ് എന്ന ആക്ടർ എത്രയോ കൊല്ലം മദ്രാസിൽ ജീവിച്ച ആളാണ്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലുന്നു. അപ്പോൾ ഈ കാർപ്പറ്റ് വിൽക്കാൻ ഒരാൾ വന്നിരിക്കുകയാണ്. തമിഴിലെല്ലാം പറയുന്ന കാർപ്പറ്റിങ്ങിന് ഇത്ര ഇതൊക്കെ. അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് രതീഷ് പറഞ്ഞു ശരി. അപ്പം വില പറഞ്ഞപ്പോൾ രതീഷ് പറഞ്ഞു നിങ്ങളൊരു വില പറഞ്ഞു, ഞാനൊരു വില പറഞ്ഞു, രണ്ടുപേർക്കും നഷ്ടമില്ലാത്ത രീതി കൊടുങ്കോ. ഞാൻ പറഞ്ഞു ഇത്രയ്ക്ക് തമിഴറിയാതെ എനിക്ക് അറിയാം. അതേപോലെ ചെറുതായിട്ട് മനസ്സിലായി. ധ്യാൻ ചേട്ടാ ഈ മുകേഷ് ചേട്ടാ സെറ്റിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എങ്ങനെ ഇപ്പം ധ്യാൻ ചേട്ടൻ ചോദിക്കണെങ്കിൽ മുകേഷ് ചേട്ടൻ സീനിയർ ആർട്ടിസ്റ്റാണ്. വർഷങ്ങൾ കൊണ്ട് ഇൻഡസ്ട്രി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ് മുകേഷ് ചേട്ടൻ. അപ്പം മുകേഷ് ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പം ഇതേപോലെ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കഥ പറയുമോ? അയ്യോ അത് മുകേഷ് ചേട്ടൻ പറയുന്ന പോലെ നമുക്ക് അത് മാത്രമല്ല ഞങ്ങൾക്കിടയിലുള്ള കഥകള് അതങ്ങനെ അല്ല അതിങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ പവിത്രത നഷ്ടപ്പെട്ടു നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അത് പവിത്രമായിട്ട് തന്നെ ഇരിക്കട്ടെ. എങ്കിൽ മുകേഷ് ചേട്ടൻ തന്നെ ഒരു കഥ പറഞ്ഞാട്ടെ. ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ അഭിനയിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് കാണുമല്ലോ. അപ്പൊ പെട്ടെന്ന് മുകേഷിന് ഇതേപോലെ തമാശയോട് കൂടിയുള്ള ഒരു കഥ പറയാൻ പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഇത്രയും നേരം നമ്മൾ കഥയാണ് പറ്റി ചില സിനിമകളിലൊക്കെ പറയല്ലോ ഇനി ഞാനൊരു സത്യം എന്ന് പറയുമ്പോ അപ്പൊ ഇത്രയും നേരം പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. അങ്ങനൊന്നും ഒരാൾക്ക് കഥ പറയാൻ പറ്റത്തില്ല. അതിനുള്ളൊരു സിറ്റുവേഷൻ വരണം, അത് റിലവൻസ് വേണം. കഥാപറച്ചിലുകാരുടെ അടുത്തെല്ലാം റിലവൻസ് വേണം. അതായത് നമ്മൾ കാട്ടിൽ പോവുകയാണ്, കാട്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ആ കാട്ടിലോട്ട് പോയപ്പോഴാണ് ഞാൻ ബാങ്കിൽ പോയൊരു കഥ ഓർമ്മ അവിടെ പോയി തീർന്ന് ആർക്കും കേൾക്കണ്ട. കാട്ടിൽ പോകുമ്പോൾ കാട്ടിന്റെ കഥ പറയണം. അപ്പൊ ഇതിനെപ്പറ്റി ഇപ്പം തന്നെ തമിഴിന്റെ ഞാൻ എടുത്തിട്ടില്ലേ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അല്ലേ, വല്ലാത്ത കഥയായി പോയി. അതെ കൊടുങ്കോ ഞാനത് ഓർത്തു വെക്കുക എന്നത്തേക്കുമായിട്ട്. ഓക്കെ.